Volkswagen Auto Fest ആണ്. മെഗാ എക്സ്ചേഞ്ച് കാർണിവൽ നിങ്ങളുടെ പഴയ കാറിന് 1 ലക്ഷം വരെ ആനുകൂല്യങ്ങൾ നൽകുന്നു. കൂടാതെ തിരഞ്ഞെടുത്ത വേരിയന്റുകളിൽ 10% വരെ കിഴിവ് ലഭിക്കും. ഇപ്പോൾ ടൈഗോണും വേർച്ചസും വെറും 10,80,000 രൂപയ്ക്ക് ലഭ്യമാണ്. Volkswagen Auto Fest വരുന്നുണ്ട്. ആര്? വികസനം. അതെടാ കപ്പലേറി. എടാ നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? എടാ വിഴിഞ്ഞത്ത് ട്രയൽ റൺ നടക്കാൻ പോവാ. കേരളത്തിന്റെ വികസനത്തിൽ സുപ്രധാന നാഴികക്കല്ലാകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ജൂലൈ 12-ന് ആദ്യ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. 2024 കമ്മീഷൻ സാധ്യമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് കവാടമായി മദർഷിപ്പുകളെ സ്വീകരിക്കാൻ സജ്ജമായി കഴിഞ്ഞു. മറ്റേ വിഴിഞ്ഞം തുറമുഖം വന്നുകൊണ്ട് കേരളത്തിൽ കുറച്ച് പോർട്ടിൻ്റെ വികസനം ഉണ്ടാകും. മറ്റേ കൊച്ചി പോർട്ട് പണ്ട് പിയാൻഡോയ്ക്ക് കൊടുത്തത്. പിയാൻഡോയിൽ നിന്ന് അത് ദുബായ് പോർട്ട് ഏറ്റെടുത്തപ്പോൾ പിയാൻഡോയിൽ നിന്ന് ദുബായ് പോർട്ട് ഏറ്റെടുത്തപ്പോൾ അന്ന് അമേരിക്ക പോലെയുള്ള വിവരമുള്ള രാജ്യങ്ങളൊക്കെ അവർ അത് തദ്ദേശീയ ഗവൺമെൻറ്റിനാണ്, അതായത് US സിറ്റിസൺസിനെ അത് പോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിയമനിർമ്മാണം അവർ മറ്റേ സെനറ്റും കോൺഗ്രസും അതിൻ്റെ ടേക്ക് ഓവർ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർ പ്രമേയം പാസ്സാക്കി. പിയാൻഡോയുടെ ഇത് ദുബായ് പോർട്ട് ടേക്ക് ഓവർ ചെയ്യുന്നത് ക്യാൻസൽ ചെയ്തുകൊണ്ട് അമേരിക്കൻ സെനറ്റും അമേരിക്കൻ കോൺഗ്രസും ഓർഡർ ഇട്ടു. അതോടുകൂടി അത് അവർക്ക് വിറ്റ് പോകേണ്ട വന്നു അമേരിക്കയിൽ നിന്ന്. ഇന്ത്യയിലെ മണ്ടന്മാരായതുകൊണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയക്കാർ കാശ് മേടിക്കണമായതുകൊണ്ട് അവർക്ക് ദുബായിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്നുള്ള കാശുള്ളത് കൊണ്ട് ഇവിടെ ഒരു നിയമം വന്നില്ല. ഇന്ത്യൻ സിറ്റിസൺസിനെ ഇന്ത്യൻ പോർട്ടിൽ ഇന്ത്യൻ എയർപോർട്ടിലും ഷെയർ പാടുള്ളൂ എന്ന് നിയമം പാസ്സാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഈസി ആയിട്ട് പാസ്സാക്കാവുന്നുള്ളൂ പാർലമെൻറ്റിൽ. അപ്പോൾ ഇന്ത്യൻ പോർട്ടിൻ്റെ ഓണർഷിപ്പ്, ഇന്ത്യൻ എയർപോർട്ടിൻ്റെ ഓണർഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺസിനായിരിക്കണം. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിക്കോട്ടെ. ബാക്കി ഈ 2 കാര്യങ്ങളൊക്കെ സ്ട്രാറ്റജിക് സെക്ടറാണ്. അവിടെ വിദേശികളെ അനുവദിക്കേണ്ട ഒരു കാര്യമില്ല. എയർപോർട്ടും സീപോർട്ടും സ്ട്രാറ്റജിക് സെക്ടറാണ്. അത് ഡിഫൻസുമായിട്ട് റിലേറ്റഡാണ്. അതൊരു കാരണവശാലും ഒരു വിദേശ ശക്തിയെ ഇന്ത്യയിലെ പോർട്ടും എയർപോർട്ടും കൺട്രോൾ ചെയ്യാൻ അനുവദിക്കേണ്ട ഒരു കാര്യമില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണ്ട് ഇന്ത്യയിൽ വന്ന പോലെ ഉണ്ട് ദുബായ് പോർട്ട് കൊച്ചിയിൽ വന്നേക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ കഴിവുകേടാ ഇത്രയും നാളായിട്ട് അവരെ ചവിട്ടി പുറത്താക്കാത്തത്. ഗവൺമെൻറ് കഴിവുകേടല്ല, കാശ് മേടിക്കണ്ടാവുമായിരിക്കും. അമേരിക്കയിൽ അപ്പം തന്നെ ഒരു നിയമം പാസ്സാക്കി. പക്ഷേ ജോർജ് ബുഷ് ഗവൺമെൻറ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ അവിടുത്തെ സെനറ്റും കോൺഗ്രസും അമ്പിന് ഇതിനടുത്തില്ല. അവർ പിന്നെ കോൺഗ്രസ്സിൽ 350-400 അംഗങ്ങളുള്ളിൽ ആകെ 3 പേരെ അനുകൂലിച്ചോളൂ, 3-4 പേരെ അനുകൂലിച്ചോളൂ. ഇതിന് സെനറ്റിൽ ആകെ ഒരാൾ അനുവദിച്ചില്ല എന്ന് തോന്നുന്നു. 99-0 കണ്ടാന്ന് തോന്നുന്നു റിജക്ട് ചെയ്ത്. അതേ ഒരാൾ മറ്റേ ദുബായ് പോർട്ടിനെ അനുകൂലിച്ചോന്ന് സംശയമുണ്ട്. അത്രേ ഉള്ളൂ. 99-0 99-1 ദുബായ് പോർട്ടിന് അമേരിക്കയിൽ നിന്ന് കെട്ടിച്ചത്. വോട്ടിങ് സെനറ്റിലും കോൺഗ്രസിലും നടന്നു. ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി കമ്പനി പോലെയുള്ളവരുമായിട്ട് ഹൈലി കണക്റ്റഡ് ദുബായ് പോർട്ടൊക്കെ. അപ്പോൾ അവർ ഇതുവഴി തീവ്രവാദവും ബന്ധപ്പെട്ട സാധനങ്ങളും കള്ളക്കടത്തും കഞ്ചാവും എല്ലാം ഇതുവഴി ഒഴുക്കും. അപ്പോൾ പോർട്ടിൽ നിന്ന് അവരെ പുറത്താക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ കാര്യമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ഡിഫൻസ് ആയിട്ട് റിലേറ്റഡ് കാര്യമാണ്. എയർപോർട്ടിന് സീപോർട്ട് ഒരു കാരണവശാലും ഒരു വിദേശ വ്യക്തിക്ക് കൊടുക്കാൻ പാടില്ല. ഇനി RSS ഒക്കെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അവർക്ക് മോഡി ഗവൺമെൻറ്റിനോട് പറയാൻ പാടില്ല ഇത് രാജ്യസുരക്ഷയുടെ കാര്യമാണ്, അവന്മാരെ ചവിട്ടി പുറത്താക്കാനായിട്ട്.
എയർപോർട്ടും സീപോർട്ടും രാജ്യത്തിൻ്റെ കൺട്രോളിലിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കണം. ഇപ്പോൾ അഡാനി കുഴപ്പമില്ല, ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ അംബാനി, അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആരെങ്കിലും, ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളായിരിക്കണം ഇന്ത്യയിലെ പോർട്ടുകളുടെയും ഇന്ത്യയിലെ എയർപോർട്ടുകളുടെയും കൺട്രോൾ. അതൊരു വിദേശിക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ഇന്ത്യ ഗവൺമെൻറ് വിട്ടു, ഇപ്പോൾ അദാനി ഏറ്റെടുത്തു, അത് കുഴപ്പമില്ല. അപ്പോൾ കാരണം അദാനി ഒരു ഇന്ത്യക്കാരനാണ്, ഗുജറാത്തിയാണ്, ഒരു കുഴപ്പമില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളും ഓക്കെ. എയർപോർട്ടിൻ്റെ സീപോർട്ടിൻ്റെയും കൺട്രോൾ എപ്പോഴും ഇന്ത്യൻ സിറ്റിസൺസിനായിരിക്കണം. അത് പാർലമെൻറ്റിൽ അത് നിയമം കൊണ്ടുവരണം. അത് ഇന്ത്യൻ സിറ്റിസൺസിലേക്ക് നിജപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റിൻ്റെ നിർമ്മാണം കൊണ്ടുവരണം. അത് നിയമനിർമ്മാണം വരുമ്പോൾ അവർ വിറ്റേച്ച് പൊക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഇന്ത്യക്കാരെങ്കിലും അത് മേടിച്ചോളൂ.